നമസ്കാരം പ്രിയരെ. ഇന്നത്തെ ഒരു യാത്രാ വിവരണത്തിൻ്റെ സ്റ്റോറിയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോ. ഈ ജൂലൈ 27, അതായത് സൺഡേ, ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് ഒത്തുചേർന്ന്, അതായത് എൻ്റെ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നിട്ടൊരു വൺ ഡേ ട്രിപ്പ് സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ല എക്സ്പ്ലോർ ചെയ്യുക എന്ന തരത്തിലുള്ള ഒരു യാത്രയായിരുന്നു. ഞങ്ങൾ 21 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ടീമാണ് യാത്രയിലൂടെ പാലക്കാട്ടിലേക്ക് പോയത്. അപ്പോൾ പാലക്കാട് നെന്മാറ, അതുപോലെ തന്നെ നെന്മേനി, കൊല്ലങ്കോട്, ചിങ്ങഞ്ചിറ, ഇങ്ങനെയുള്ള ഏരിയാസാണ് കവർ ചെയ്ത് യാത്ര സന്തോഷകരമാക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചത്. പാലക്കാട് ഒരുപാട് നല്ല നല്ല പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യുവാനുണ്ട്. ചിങ്ങഞ്ചിറയാണ് ആദ്യം പോയത്. ഈ ചിങ്ങഞ്ചിറ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴാണ് ഏകലവ്യ ആശ്രമം. അപ്പോൾ അവിടെ എനിക്ക് പുരാണത്തിലേക്കൊന്ന് ഞാൻ തിരിച്ചുപോയി. കാരണം ഏകലവ്യൻ്റെ ആ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് ഗുരുശിഷ്യ ബന്ധം, ഗുരു അറിയാതെ വിദ്യ അഭ്യസിച്ച് അവസാനം ഏകലവ്യൻ ഗുരുവിൻ്റെ ദക്ഷിണ എന്താണ് വേണ്ടതെന്നറിയാനായിട്ട് ഗുരുവിൻ്റെ നേരെ ചെന്നപ്പോൾ ഗുരുവിനോട് ചോദിക്കാതെ, ഗുരുവിനോട് അനുവാദം വാങ്ങാതെ, ഗുരുവിൻ്റെ സമ്മതമില്ലാതെ തനിയെ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഗുരുദക്ഷിണ കൊടുക്കേണ്ട സമയമായപ്പോഴാണ് ഗുരുവിൻ്റെ മുന്നിൽ ഏകലവ്യൻ പ്രത്യക്ഷപ്പെടുന്നതും ഏകലവ്യൻ ഗുരുദക്ഷിണ എന്താണ് തരേണ്ടതെന്ന് ചോദിച്ചിരുന്നപ്പോൾ തൻ്റെ പെരുവിരലാണ് തനിക്ക് ഗുരുദക്ഷിണയായി വേണ്ടതെന്ന് ആവശ്യപ്പെടുന്ന ഒരു കഥ ഞാൻ കേൾവിയുണ്ട്. അപ്പോൾ ആ ഏകലവ്യൻ്റെ ആശ്രമവുമായി ബന്ധപ്പെട്ട ഒരിടമാണോ ചിങ്ങഞ്ചിറ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്. വലുതായി നിൽക്കുന്ന വലിയൊരു ആൽമരച്ചോട്ടിൽ അവിടെ കറുപ്പുസ്വാമിയുടെ ഒരു ആരാധനയുമുണ്ട്. ആ കറുപ്പുസ്വാമിയുടെ ആരാധന, കറുപ്പുസ്വാമിയുടെ അനുഗ്രഹം ലഭ്യമാകുന്ന കുറേ അധികം രംഗങ്ങൾ, കറുപ്പുസ്വാമിക്ക് ബലിയായിട്ട് കോഴിയെ സമർപ്പിക്കുന്നത്, ആ കോഴി വഴിപാട് കണ്ടപ്പോൾ എനിക്കത് ഒരു ദുരാചാരമല്ലേ, അത് പഴയ ഒരു ദുരാചാരത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ. അത് മാത്രമല്ല, ആ പരിസരത്ത് ചുറ്റുവട്ടത്തിലെ വലിയ വലിയ പാചകവും അവിടെ അടുപ്പ് കൂട്ടി നടക്കുന്നുണ്ട്. അതായത് വഴിപാട് അർപ്പിക്കുന്ന ഈ കോഴിയെ അതിനുശേഷം പിന്നെ അർപ്പിക്കുന്നവർ തന്നെ അവിടെ വെച്ച് വേവിച്ച് പാകപ്പെടുത്തി കഴിച്ചു പോവുകയാണോ എന്ന് ചിന്തിച്ചു. അപ്പോൾ ഈ ഒരു യാത്രയിലൂടെ എന്താ പറയുക, യാത്രയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അത് ഒക്കേഷണലായിട്ട് യാത്രയ്ക്കുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അത് കൂട്ടുകാരുടെ ഒത്തുള്ളതാണേലും വീട്ടുകാരൊത്തുള്ളതാണേലും സ്റ്റുഡൻസ് ഒത്തുള്ളതാണേലും ഉള്ള യാത്രകൾ അത്യാവശ്യം പോകാനായിട്ട് ശ്രദ്ധിച്ചു പോരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ യാത്ര പോകാനായിട്ട് അവസരം കിട്ടിയതാണ്. ഇത്തവണ നേരെ പാലക്കാടേക്ക് പോയത്. ചിങ്ങഞ്ചിറ എന്നുള്ള ഭാഗത്ത് ആദ്യമായിട്ട് പോകുന്നതാണ്. ചെന്നപ്പോഴേക്കും ഇങ്ങനെ ഒരു ആചാരവും, കറുപ്പുസ്വാമിയാണ് അവിടുത്തെ ആരാധനാമൂർത്തി, ചെയ്യുന്ന ആരാധനാക്രമം, വ്യത്യസ്തമായ ആചാരങ്ങളെല്ലാം കൂടി കണ്ടപ്പോഴേക്കും എന്താ പറയുക, കേൾവിയില്ലാത്ത അതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ പോകാനായിട്ട് ശ്രമിച്ചത് അവിടെ ഒരു എന്താ പറയുക, താമരപ്പാടം എന്നൊക്കെ പറയും, ഒരുപാട് പൂക്കളുള്ള ഒരു ഏരിയ ആയിരുന്നു. അത് നെന്മാറയിലാണ്. നെന്മാറ, നെന്മേനി, ആ ഒരു ഏരിയയിൽ പൂക്കളുടേതായ ഉറവിടവും, അതുപോലെ പാടം പൂത്ത കാലം എന്ന് പറയുന്ന പോലെ പാടത്തിൻ്റെ പച്ചപ്പും ഒക്കെ കൂടി നിറഞ്ഞു നിന്ന ഒരു ഏരിയയാണ് പിന്നീട് കാണുവാനായിട്ട് സാധിച്ചത്. ആ പാടത്തിൻ്റെ പച്ചപ്പിനോടൊപ്പം തന്നെ നിറഞ്ഞു നിൽക്കുന്ന പൂക്കളുടേതായ ഒരിടവും അവിടെ നമുക്ക് വീക്ഷിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പം മനസ്സിന് തികച്ചും ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ചില കാഴ്ചകൾ അവിടെ നിന്നും നമുക്ക് അവിടെ നിന്ന് ഒപ്പിയെടുക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയും. അപ്പം എൻ്റെ കൂട്ടത്തിൽ വന്ന അംഗങ്ങളാണ് ഇവർ രണ്ടുപേരും, അമ്മയും മക്കളുമാണ്. അപ്പോൾ പിന്നെ നേരെ പോയത് എന്താ പറയുക, മലമ്പുഴ. എന്തുകൊണ്ട് മലമ്പുഴയായെന്ന് ചോദിക്കുമ്പോഴേക്കും പുഴയുണ്ട്, കാടുണ്ട്, മലയുണ്ട്, ഇതെല്ലാം കൂടി ചേർന്നിട്ടല്ലേ ഈ മലമ്പുഴ ഈ പേരിലേക്ക് വന്നത് എന്ന് നാം ചിന്തിച്ചു പോകും. എന്തുകൊണ്ട് ഈ പേര് വന്നു? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കണ്ട, പുഴയുണ്ട്, അതുപോലെ തന്നെ കാടുമുണ്ട്, പ്രകൃതിയുടേതായ മനോഹാരിത, വളരെ പ്രകൃതി കയ്യൊപ്പ് ചാർത്തിയിരിക്കുന്ന ഒരു പ്രദേശം തന്നെയല്ലേ. ഞങ്ങളുടെ കുട്ടിക്കുരങ്ങന്മാരെന്ന് പറയുന്ന ഞങ്ങളുടെ കുട്ടികളാണ് ഈ കാണുന്ന എല്ലാവരും തന്നെ. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കുട്ടികൾ കണ്ടോ, പച്ചപ്പ്, എന്തോരം പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളാണ്. അറിയാമല്ലോ, നെല്ലറയായിട്ട് കണക്കാക്കുന്നതല്ലേ കേരളത്തിൻ്റെ നെല്ലറയല്ലേ. അപ്പോൾ ആ നെല്ലറ എന്ന സ്ഥാനത്തുള്ള ഈ പച്ചപ്പ്, ആ പച്ചയെ നമുക്കൊന്ന് മനസ്സിലേക്ക് അങ്ങനെ ആവാഹിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ വളരെ വലുതാണ്.
ഇനി അതിനോടൊപ്പം തന്നെ കണ്ട ഒരു വീഡിയോയും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിനിടയിൽ. ഓക്കെ, കൊല്ലങ്കോട്ട് നിന്നുള്ള ദൃശ്യങ്ങളാണിത്. താമരപ്പാടം എന്ന് പറയുന്നത്, പക്ഷെ താമരയല്ല, അവിടെ പൂക്കൾ ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ രാവിലെ വെളുപ്പിനെ പോയി, 4:30 പോയി, രാത്രി 12:30യോടുകൂടിയാണ് യാത്ര പൂർത്തീകരിച്ച് വീട്ടിൽ എത്തിച്ചേർന്നത്. എന്തായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു യാത്രയും ഒക്കെ തന്നെയായിരുന്നു എന്ന് നമുക്ക് അത്രയ്ക്ക് നല്ലൊരു ഹരിതാഭപരമായ ഒരു യാത്ര, മനസ്സിൽ പച്ചപ്പ് നിറച്ചുകൊണ്ട് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും അങ്ങനെ ഞങ്ങളുടെ യാത്ര പൂർത്തീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ ജില്ലയിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഇടങ്ങൾ ഒരുപാടുണ്ടാവാം. ഞങ്ങൾ ആലപ്പുഴ ജില്ലക്കാരാണ്. ആലപ്പുഴ ജില്ലയിലെ പൂച്ചാക്കൽ എന്നുള്ള ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്നും യാത്ര തിരിച്ച് രാത്രി 12:30യോടുകൂടി തിരിച്ചെത്തി ഞങ്ങളുടെ യാത്ര സഫലം. ഈ യാത്ര എന്ന് പറയില്ലേ, അങ്ങനെ എല്ലാവർക്കും സഫലമായി. ആ യാത്ര അനുഭവം വളരെ നന്നായിരുന്നു. എല്ലാ അംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഒരുമിക്കുവാനുമുള്ള ഒരു വേദി തന്നെയായിരുന്നു ഈ യാത്രയെന്ന് പറയാതെ വയ്യ. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്രാ വിവരണം നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്.